ഞാൻ ഒരു ഘട്ടത്തിൽ PSC എക്സാം എഴുതിയിട്ടുള്ള ഒരാളാണ്. ഞാൻ സ്കൂൾ ടീച്ചറുടെ PSC എക്സാം എഴുതി എനിക്ക് പോസ്റ്റിംഗ് ആയത് ഒരു ഗവൺമെൻറ് UPയിലായിരുന്നു. പക്ഷേ ആദ്യത്തെ 2 ബാച്ചിലും എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ വളരെയധികം നിരാശപ്പെട്ടു. ഞാൻ എയ്ഡഡ് സ്കൂളിൽ ചേർന്നു. എയ്ഡഡ് സ്കൂളിൽ ചേർന്നതിന് ശേഷം പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് PSC കിട്ടി. ഞാൻ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള എയ്ഡഡ് സ്കൂളിലായതുകൊണ്ട് ദൂരെ കിട്ടിയ ഇത് ഞാൻ ഒഴിവാക്കിയത്. അത് മറ്റൊരാൾ വന്ന് ചേർന്നു, മറ്റൊരാൾക്ക് കിട്ടി. അന്നും എൻ്റെ ഏത് കാലത്താണത് ആലോചിച്ചോ, 50 കൊല്ലം മുമ്പ്, 50-55 കൊല്ലങ്ങൾക്ക് മുൻപ് എനിക്ക് PSC കിട്ടിയപ്പോൾ പോലും നിരാശപ്പെട്ട് മടങ്ങേണ്ടി വന്ന ആയിരക്കണക്കിന് TTCയും പ്രീ ഡിഗ്രിയും അതുപോലെ B.Edഉം കഴിഞ്ഞിട്ടുള്ളവരുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഇപ്പോഴും അത് തന്നെയാണ്. റാങ്ക് ലിസ്റ്റിൽ കുറേ ആളുകൾ എടുക്കും, കുറേ ആളുകൾ വരില്ല, കുറേ ആളുകൾ ചേരും. അപ്പോൾ 1 by 1 ആയിട്ട് ഓരോരുത്തർക്ക് കിട്ടും. അതിനൊരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാലാവധി ഗവൺമെൻറ് PSCയും കൂടി നിശ്ചയിച്ചതാണ്. ഇപ്പോൾ ഇവർക്കെല്ലാം തൊഴിൽ ജന്മാവകാശമാണ്. പക്ഷേ എഴുതിയ എല്ലാ പരീക്ഷകളിലും ജയിച്ച് ഇവർ തന്നെ ഒരു 4 പരീക്ഷയെങ്കിലും എഴുതിയിട്ടുണ്ടാവും. 4 അല്ല, ചിലപ്പോൾ ബാങ്കിങ് മേഖലയിലൊക്കെ ഒരു 5-10 ബാങ്കുകളിൽ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. എനിക്കറിയാം. അങ്ങനെ ചിലപ്പോൾ 5 എണ്ണത്തിലും കിട്ടി, 1 മാത്രം ചേർന്ന് ബാക്കിയുള്ളവർക്ക് അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഇവർക്കാർക്കും തൊഴിൽ കൊടുക്കണ്ടെന്നോ തൊഴിൽ കിട്ടരുത് എന്നോ ഈ ഗവൺമെൻറ് അങ്ങനെ ആഗ്രഹിക്കുമോ? എന്താണ് നമ്മളുടെ ആളുകൾ പറയുന്നത്? ഈ ഗവൺമെൻറ് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കണക്കെടുത്ത് നോക്കിയാൽ കേരളത്തിൽ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി ഒഴിഞ്ഞിട്ടുണ്ടോ? അന്വേഷിക്കാം. വേക്കൻസി ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒഴിഞ്ഞിട്ടും അത് റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് തെറ്റാണ്. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം ഗവൺമെൻറ് അത്ര, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ കർക്കശമായ നിലപാടാണ് ഈ ഒരു കാര്യത്തിൽ, തൊഴിൽ നൽകുന്ന കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും പരിശോധിക്കാം. ഹെൽത്തിലാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ളത്. അവിടെ വേക്കൻസി ഉണ്ടോ? ഏതെങ്കിലും മിനിസ്റ്റീരിയൽ സ്റ്റാഫിലോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെയോ നഴ്സുമാരുടെയോ പ്രൊമോഷൻ കൊടുക്കാത്തതുണ്ടെങ്കിൽ അതും നമുക്ക് പരിശോധിക്കാം. പ്രൊമോഷൻ കൊടുക്കാതെ ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ, അത് കാലതാമസം വരുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അവർക്ക് പറയാം. അതൊന്നുമല്ല, ഇത് പോലീസിൻ്റെ ഒരു കാര്യമാണ്. ഈ കേരളത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രത്യേകിച്ച് വനിതാ പോലീസുകാർക്ക് ഏറ്റവും അധികം ജോലി കൊടുത്ത ഒരു കാലഘട്ടമാണ്. ഫയർഫോഴ്സിൽ പോലും നമ്മുടെ പെൺകുട്ടികളെ എടുക്കണം എന്ന് തീരുമാനിച്ചെടുത്ത ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ വാശി പിടിച്ച് പോവുകയല്ല വേണ്ടത്. മറിച്ച് പോലീസിലും അവരെഴുതിയിട്ടുണ്ട്, ക്ലറിക്കലും എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോസ്റ്റിലും വേക്കൻസിയിൽ അവർ പരീക്ഷ എഴുതിയിട്ടുണ്ട്. പക്ഷേ ജോലി കിട്ടണമെന്നുള്ള അവരുടെ ആഗ്രഹത്തോടൊപ്പമാണ് എല്ലാവർക്കും ജോലി. അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും പഠിച്ച കുട്ടികൾക്ക് ഒരു ജോലി എന്ന് പറയുന്നത് വളരെ അവരുടെ മിതമായ ആഗ്രഹമാണ്, അത് അവരുടെ അവകാശവുമാണ്. പക്ഷേ ഓരോ ഗവൺമെൻറ്റും, ഇന്ത്യയിലെ ഏതൊരു ഗവൺമെൻറ്റും ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് കുറേ കൂടി മെച്ചപ്പെട്ട നിലയിലാണ് കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊഴിലിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് യാതൊരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവർക്ക് ഇനിയും പരീക്ഷ എഴുതേണ്ടി വന്നെങ്കിൽ എഴുതണം. ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ പ്രായപരിധി കഴിഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെയൊക്കെ അനുഭവത്തിൽ തന്നെ അങ്ങനെ പ്രായപരിധി കഴിഞ്ഞു പോയിട്ടുള്ളവർക്ക് ഉണ്ട്. അത് ആ ജോലി കിട്ടൂല എന്നേ ഉള്ളൂ. പക്ഷേ അതേ സമയത്ത് പിന്നെ അവർ ജോലി ചെയ്യില്ല, വേറെ ഏതെങ്കിലും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യില്ല എന്നൊന്നുമില്ല. പ്രൈവറ്റ് മേഖലയിൽ 50-55 വയസ്സ് വരെ ആയാലും ജോലി ചെയ്യാം. ജോലി നമുക്കുണ്ട് ഇന്ന് കേരളത്തിൽ. ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ, തൊഴിലെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടും. പക്ഷേ ഇതൊരു വാശിയോട് ദുർവാശി, ഇത് വാശിയല്ല ദുർവാശിയാണ്. ദുർവാശി കളഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ പെൺകുട്ടികൾ, എനിക്ക് വളരെ വിഷമമുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ മാക്സിമം ചെയ്തിട്ടും അവരത് മനസ്സിലാക്കാതെ ഈ രൂപത്തിൽ സമരം തുടരുന്നത് ശരിയല്ല. അവർ ആ സമരം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം.